എല്ലാ ദൈവമക്കൾക്കും വേണ്ടുന്നവനായിരിക്കുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായി തന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ വെളിപ്പാട് പഠനത്തിന്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് നമ്മൾ ആധാരമായിട്ട് എടുത്തത്. വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിപ്പാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ഏകദേശമൊക്കെ നമുക്ക് ആ ഭാഗങ്ങളെ നമുക്ക് വിവരിപ്പാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും, ഈ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവിന്റെ മഹത്വകരമായിരിക്കുന്ന പ്രത്യക്ഷതയെക്കുറിച്ചാണ് യോഹന്നാൻ അവിടെ വിവരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3 കാര്യമാണ് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. 1, നീ കണ്ടത്; 2, ഇപ്പോൾ ഉള്ളത്; 3, മേലാൽ സംഭവിക്കാനുള്ളത്. 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ കിടന്നുകൊണ്ട് കണ്ട കാര്യങ്ങൾ, കർത്താവിന്റെ മഹത്വകരമായിരിക്കുന്ന പ്രത്യക്ഷത യോഹന്നാൻ കാണുകയാണ്. അത് നമ്മോട് വിവരിക്കുകയാണ്. നമ്മളത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ 9ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പിന്നെയും ഒന്ന് വരികയാണ്. യോഹന്നാൻ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആരാണ് യോഹന്നാൻ? 9ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷി നിമിത്തവും പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. യോഹന്നാനെ കുറിച്ച് നമുക്കറിയാം. യേശു കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനായിരുന്നു യോഹന്നാൻ. അത്താഴത്തിൽ യേശു കർത്താവിന്റെ മാർവോട് ചാരിയിരുന്നവനാണ് യോഹന്നാൻ. അതുമാത്രമല്ല, ഇപ്പോൾ എഫേസോസ് സഭയുടെ ബിഷപ്പ് അല്ലെങ്കിൽ മൂപ്പൻ ആയിരിക്കുന്ന യോഹന്നാൻ. യോഹന്നാനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് യേശു കർത്താവിന്റെ ശിഷ്യന്മാരെല്ലാവരും മാർട്ടിയസായിട്ടാണ് ലോകത്തിന് മാറ്റപ്പെട്ടത്. യോഹന്നാൻ മാത്രമേ പ്രായാധിക്യം ചെന്ന് സ്വാഭാവിക മരണത്തിലൂടെ ഈ ലോകത്തിന് മാറ്റപ്പെട്ടത്. യോഹന്നാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ഞാൻ. ഇന്നത്തെ അപ്പോസ്തലന്മാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സഹോദരൻ, എഫേസസ് സഭയുടെ ബിഷപ്പായിരിക്കുന്ന യോഹന്നാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സഹോദരൻ എന്ന വിധത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ യോഹന്നാൻ പറയുന്നത് യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായിരിക്കുന്ന യോഹന്നാൻ എന്നാണ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് അല്പം ഒന്ന് വിശദമാക്കിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ഇന്നത്തെ സുവിശേഷ ഗോളം പഠിപ്പിക്കുന്ന ഒരു തെറ്റായിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. കഷ്ടത എന്ന് പറയുന്ന സുവിശേഷ നിമിത്തമുള്ള കഷ്ടത അതിനെ മാറ്റിവെച്ച് എല്ലാം പ്രോസ്പിരിറ്റി ഗോസ്പൽ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. എന്നാൽ യോഹന്നാൻ പറയുന്നു, ഞാൻ യേശുവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയായിരിക്കുന്ന ഞാൻ എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുക. യേശു കർത്താവ് തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ വാക്കാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് കർത്താവിൽ വിശ്വസിക്കാനായിട്ട് മാത്രമല്ല അവനോടുകൂടെ കഷ്ടം സഹിക്കാനും നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. ആദ്യം ദൈവമക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, വിശ്വാസത്താൽ നാം അവനെ രക്ഷകനായിട്ട് നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമ്മൾ വിചാരിക്കുന്ന അതേ അളവിൽ ആകണം എന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ എല്ലാം പോസിറ്റീവായിരിക്കണമെന്നും ഇല്ല. കഷ്ടതയും പ്രയാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുവാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് അവനെ വിശ്വസിക്കാനായിട്ട് മാത്രമല്ല അവനോട് കഷ്ടം സഹിക്കാനും വരം ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, യേശു കർത്താവിന്റെ ശരീരത്തിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു കർത്താവിന്റെ ശരീരമായിരിക്കുന്ന അവന്റെ സഭയോട് ഞാൻ പൂരിപ്പിക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പീഡനങ്ങൾ, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന കഷ്ടതകൾ യേശു കർത്താവിൻ്റെ ശരീരത്തിൽ കുറവായുള്ളത് അവൻ്റെ ശരീരമാകുന്ന സഭയോട് പൂരിപ്പിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്ന്. മാത്രവുമല്ല പത്രോസ് അതിനെക്കുറിച്ച് പറയുന്ന കാര്യം യേശു കർത്താവിൻ്റെ മാതൃക തന്നെ. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. 1 പത്രോസ് 2:21 മുതലുള്ള വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ പ്രൈസ്, നമ്മുടെ കഷ്ടത നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. യോഹന്നാൻ പറയുകയാണ്, ഞാൻ യേശു കർത്താവിൻ്റെ കഷ്ടതയിൽ കൂട്ടാളിയായിരിക്കുന്നു. അത് നമുക്ക് മഹത്വമായി ചെല്ലുവാനായിട്ട് കഴിയട്ടെ. അതൊരു പദവിയായിട്ട് നമുക്ക് കാണുവാൻ നമുക്ക് കഴിയണം. ദൈവത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്ന ആത്മീയ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടത നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വമായിട്ട് കാണുവാൻ നമുക്ക് ഇടയാകട്ടെ. യോഹന്നാൻ പിന്നെയും പറയുകയാണ്, അവൻ്റെ കഷ്ടതയിൽ മാത്രമല്ല ഞാൻ കൂട്ടാളിയായിരിക്കുന്നത്, പിന്നെയോ അവൻ്റെ രാജ്യത്തിലും ഞാൻ കൂട്ടാളിയാണ്, ദൈവരാജ്യത്തിലും ഞാൻ കൂട്ടാളിയാണ്. യേശു കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരൊരിക്കൽ കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? കർത്താവ് പറഞ്ഞു, അവൻ്റെ രാജ്യത്തിൽ ഇസ്രായേൽ ഗോത്രം 12 നിങ്ങൾ ന്യായം വിധിക്കും എന്നാണ് കർത്താവ് അവരോട് പറഞ്ഞത്. അപ്പം ദൈവത്തിൻ്റെ രാജ്യത്തിലും അവനോടുകൂടെ കഷ്ടത അനുഭവിക്കുന്ന ദൈവം നമ്മുടെ രാജ്യത്തിലും പങ്കാളിയാണ് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 3 യോഹന്നാൻ പറയുന്നു, അവൻ്റെ സഹിഷ്ണുതയിലും കൂട്ടാളിയാണ്. അപ്പം കഷ്ടതയിൽ അവൻ കൂട്ടാളിയാണ്, അതുപോലെ തന്നെ അവൻ്റെ രാജ്യത്തിൽ അവൻ കൂട്ടാളിയാണ്, അതേപോലെ തന്നെ അവൻ്റെ സഹിഷ്ണുതയിലും കൂട്ടാളിയാണ്. ഒരു ദൈവത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് സഹിഷ്ണുത. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്, ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 36-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. ഒരു ദൈവപൈതലിന് ആവശ്യമായിരിക്കുന്ന ഒന്നാണ് സഹിഷ്ണുത. 2 വിധത്തിലാണ് സങ്കീർത്തനക്കാരൻ ഇതിനെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞത്. ഒന്ന്, ഒരു മുലകുടി മാറിയ ഒരു പൈതൽ എന്ന പോലെ ദൈവമുമ്പിൽ. 2, പരിചയമില്ലാത്ത കാളയ്ക്ക് മുഖം കെട്ടുന്നതായിരിക്കുന്ന ഒന്ന്. നമ്മുടെ മനസ്സ് പലപ്പോഴും മുലകുടി മാറിയ പൈതൽ എപ്രകാരമായിരിക്കുന്നു അപ്രകാരം ശാന്തമായിരിക്കുന്ന ഒരു മനസ്സാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും പരിചയമില്ലാതെ കാളയ്ക്ക് കെട്ടിയ മുഖം പോലെയാണ് പലപ്പോഴും നമ്മുടെ അനുഭവം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുന്ന ഒന്ന്. ദൈവമക്കൾ വളരെ സഹിഷ്ണുതയോടെ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധി, കാർമേഘങ്ങൾ, മറ്റു പലതും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും വരുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമുക്ക് സഹിഷ്ണുതയോടെ അവൻ്റെ വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് വാക്തത്വങ്ങൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ 3 കാര്യമാണ് നമ്മളോട് പറയുന്നത്. ഞാൻ കർത്താവിൻ്റെ കഷ്ടതയിൽ പങ്കാളിയാണ്, ഞാൻ കർത്താവിൻ്റെ രാജ്യത്തിൽ പങ്കാളിയാണ്, ഞാൻ കർത്താവിൻ്റെ സഹിഷ്ണുതയിൽ ഞാൻ പങ്കാളിയാണ്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് പ്രകാരമാണ് ആത്മീയ ജീവിതത്തിൽ. നമ്മൾ ആ വിഷയത്തിലേക്ക്, നമ്മളെ വെളിപ്പാടിലേക്ക് വീണ്ടും നമ്മൾ കടന്നു വരികയാണ്. നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്, കൂട്ടാളി യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഇപ്പോൾ യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ ആയിരിക്കുകയാണ്. യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ ആയിരിക്കുന്നത് ഒരു ഗോസ്പൽ ടൂർ എന്ന ആ ഒരു വിഷയത്തിലല്ല, ദൈവവചനം പ്രസംഗിക്കുവാനായിട്ട് പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് പോയതുമല്ല. പകരം പത്മോസ് എന്ന ദ്വീപിലേക്ക് യോഹന്നാൻ നാട് കടത്തപ്പെട്ടതാണ്.
പത്മോസ് നമ്മൾ ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് റോമൻ ചക്രവർത്തിമാരായിരിക്കുന്ന ഡൊമീഷ്യസിന്റെ ഭരണകാലവും നീറോ ചക്രവർത്തിയുടെ കാലവും വളരെ ദൈവമക്കൾക്ക് വളരെ പീഡനം സഹിക്കേണ്ടി വന്ന കാലഘട്ടമായിരുന്നു. ഡൊമീഷ്യസിന്റെ ഭരണകാലഘട്ടത്തിൽ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ എഫേസസ് സഭയുടെ ബിഷപ്പായിരിക്കുന്ന യോഹന്നാൻ, വളരെ പ്രായം ചെന്ന് വയോധികനായിരിക്കുന്ന ഈ യോഹന്നാനെ യേശു കർത്താവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം അവനെ പിടിക്കുകയാണ്. ചരിത്രം പറയുന്നത് അവന്റെ ശരീരം മുഴുവനും വരിഞ്ഞതിനു ശേഷം അവനെ തിളപ്പിച്ച എണ്ണയിൽ ഇട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ തിളപ്പിച്ച എണ്ണയ്ക്ക് യോഹന്നാനെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. എണ്ണ തണുത്തുപോയി. കുപിതനായിരിക്കുന്ന ഡൊമീഷ്യസ് യോഹന്നാനെ പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയാണ്. പത്മോസ് എന്ന് പറയുന്ന ദ്വീപിനെ നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഏഷ്യ മൈനറിലുള്ള ഈജിയൻ കടലിൽ ഉള്ള ഒരു ദ്വീപാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ദ്വീപ്. മറ്റൊന്നും അവിടെ ഇല്ല. വിജനമായിരിക്കുന്ന ഒന്ന്. അവിടെ യോഹന്നാനെ കാണുവാനായിട്ട് കഴിയുന്ന തനിക്ക് മുമ്പേ ഏറ്റവും ക്രിമിനൽസ്, ഏറ്റവും ശക്തമായി ഏറ്റവും വളരെ ക്രിമിനൽസ് ആയിരിക്കുന്ന ആളുകളെ റോമൻ ഗവൺമെന്റ് നാട് കടത്താൻ ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഈ പത്മോസ് എന്ന് പറയുന്ന ഒരു ദ്വീപം. വല്ലപ്പോഴുമൊക്കെ ചില ബ്രെഡിന്റെ പീസുമായിട്ട് വരുന്ന ചില കപ്പലുകളെ മാത്രമേ അവിടെ കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. വളരെ റെയറായിട്ട് ലഭിക്കുന്ന ഭക്ഷിപ്പാനായിട്ട് ഒന്നുമില്ലാതെ ഏകനായി യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിലായിരിക്കുകയാണ്. തന്നെ മുകളിലേക്ക് നോക്കുന്ന ആളുടെ സമയത്ത് കാണുവാനായിട്ട് കഴിയുന്നത് തന്റെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരെയാണ് കാണുന്നത്. കാരണം താൻ അവിടെ ഭക്ഷണമില്ലാതെ മരിച്ചു വീഴുമ്പോൾ തൻ്റെ ശരീരത്തെ കൊത്തിപ്പറിക്കുവാനായിട്ട് വളരെ വാഞ്ചിയോടുകൂടെ ചുറ്റിപ്പറക്കുന്നതായിരിക്കുന്ന കഴുകന്മാരാണ് തനിക്ക് കാണുവാനായിട്ട് അവിടെ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു ദ്വീപിലേക്ക് ഈ വയോധികനായിരിക്കുന്ന ഈ യോഹന്നാന് നാട് കടത്തപ്പെടുകയാണ്. എന്നാൽ യോഹന്നാന്റെ ദൃഷ്ടി കഴുകന്മാരിലോ അല്ലെങ്കിൽ അവിടെ ചിതറിക്കിടക്കുന്നതായിരിക്കുന്ന അസ്ഥികൂടങ്ങളിലോ അല്ല. പകരം സ്വർഗത്തേക്കാണ് യോഹന്നാൻ തൻ്റെ ദൃഷ്ടി ഉയർത്തുന്നത്. ഒരു ദൈവ പൈതലിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. ഏത് പ്രതിസന്ധിയിലും ഉയരത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ഒരു ദൈവ പൈതലിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിനെ ദൈവം കൽദയരുടെ ഊരിൽ നിന്നും വിളിച്ച് വേർതിരിച്ച് കനാനിലേക്ക് കൊണ്ടുവരുന്നു. കനാൻ ദേശം തനിക്ക് വാക്തത്വമായി കിട്ടിയ ദേശമാണ്. എന്നാൽ കനാനിൽ അബ്രഹാം വരുമ്പോൾ കാണുന്നത് ഒരു കനാന്യന്, തൻ്റെ പ്രതിയോഗിയായിരിക്കുന്ന ഒരു കനാന്യനെയാണ് കാണുന്നത്. തനിക്ക് ലഭിക്കുവാൻ പോകുന്ന ദേശത്ത് അപ്പോഴത്തെ അവകാശിയായിരിക്കുന്ന ഒരു കനാന്യനെ കാണുന്നു. എന്നാൽ നമ്മളിവിടെ പഠിക്കുമ്പോൾ കാണുന്നത് അബ്രഹാം കനാന്യനെ നോക്കിക്കൊണ്ട് നിൽക്കുകയോ കനാന്യനോട് പോരാടിക്കൊണ്ട് നിൽക്കുകയല്ല. പകരം അബ്രഹാം കാണുന്നത് ദൈവത്തെയാണ്, തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തെയാണ് കാണുന്നത്. കനാന്യനോട് പോരാടിക്കൊണ്ട് നിന്ന് സമയം ചെലവഴിക്കുന്നതിനേക്കാൾ ദൈവത്തെ ആരാധിച്ച് തനിക്ക് ആ ദേശം അവകാശമായി കൊടുക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ് അബ്രഹാമിന്റെ ലക്ഷ്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവൻ യാഗപീഠം പണിതു. അവനെ ആരാധിച്ച ആ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ അബ്രഹാം ശ്രമിക്കുകയാണ്. അതാണ് ദൈവമക്കളെ ഏറ്റവും അഭികാമ്യമായിരിക്കുന്ന കാര്യം. നാം പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ യോഹന്നാൻ നമ്മോട് പറയുന്നു, പ്രശ്നങ്ങളെയല്ല, നാം ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വകരമായിരിക്കുന്ന പ്രത്യക്ഷതയാണ് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. യോഹന്നാനെ കുറിച്ച് നമ്മൾ അതിങ്ങനെയാണ് വായിക്കുന്നത്, കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശതീനാൻ എന്നാണ് കാണുന്നത്. കർത്തൃ ദിവസം എന്ന് പറയുമ്പോൾ ഒരു ഞായറാഴ്ച ദിവസമാണ്. കഴിഞ്ഞ തലേ ഞായറാഴ്ച ദിവസം യോഹന്നാൻ ഏതെങ്കിലും ഒരു കൂട്ടായ്മ ദൈവമക്കൾ ഒരുമിച്ച് ആരാധിച്ചു. ആ ആരാധനയുടെ സന്തോഷം ഇന്ന് പിറ്റേ ആഴ്ചയിൽ നാടുകടത്തപ്പെട്ട ആ പത്മോസിന്റെ ദ്വീപിലായിരിക്കുമ്പോൾ തലേ ഞായറാഴ്ച അനുഭവിച്ച ആരാധനയുടെ സന്തോഷം തൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അറിയാതെ താൻ സ്വർഗത്തിലേക്ക് നോക്കി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും.
സാധാരണയായി നാം ആരാധിക്കുന്ന ഈ ആരാധനയുടെ സന്തോഷം ഹാള് വിട്ട് കഴിയുമ്പോൾ പലപ്പോഴും തീർന്നു പോകാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ആരാധന എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ആ സന്തോഷം നിലനിർത്തേണ്ടത് ആവശ്യമായിരിക്കുന്ന ഒന്നാണ്. യോഹന്നാൻ സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ അവൻ ആത്മവിശുദ്ധനായി. രണ്ടാമത്തെ കാര്യം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, പത്മോസിൽ അവൻ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു അവന്റെ മനസ്സിലെ വലിയ അഭിവാഞ്ചം. ഞാനതിനെ ഇങ്ങനെ പറയും, തന്റെ മുൻപിൽ കാണുന്ന പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലുമൊക്കെയും ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ദൈവ പൈതലുള്ള വാഞ്ചം എത്രയോ വലുതായിരിക്കും. മാത്രവുമല്ല, ഒറ്റയ്ക്കാണ് എന്നുള്ളതായിട്ടുള്ള ഒരു വിഷയം ആരാധനയ്ക്ക് ഒരു തടസ്സവുമല്ല. പത്മോസിൽ താൻ ഏകനായിരുന്നാലും തന്റെ ജീവിതത്തിന്റെ മുൻപിൽ വളരെ പ്രശ്നങ്ങളാണ് എന്നിരുന്നാൽ തന്നെയും അവൻ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തുനിയുകയാണ്. അങ്ങനെ ആരാധിക്കുവാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ആത്മവിവശതയിലായി എന്നാണ് നമ്മൾ കാണുന്നത്. മാത്രവുമല്ല, അവനൊരു ശബ്ദം കേൾക്കുകയാണ്. കാഹളത്തിനൊത്ത ഒരു മഹാശബ്ദം അവൻ കേൾക്കുകയാണ്. എന്താണ് അവൻ കേട്ട ശബ്ദം? ഇതാണ്: നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫേസസ്, സ്മുർന്ന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് അയക്കുക എന്ന കാഹളത്തിനൊത്ത ഒരു മഹാനാദം അവന്റെ പിറകിൽ അവൻ കേൾക്കുകയാണ്. കേട്ട ശബ്ദം എന്താണെന്ന് കാണുവാനായിട്ട് അവൻ തിരിഞ്ഞപ്പോൾ അവൻ കാണുന്ന കാര്യം 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായിരിക്കുന്ന യേശു കർത്താവിനെ അവൻ കാണുകയാണ്. യോഹന്നാൻ യേശു കർത്താവിനെ നന്നായിട്ടറിയാം. ക്രൂശിനോട് ചേർന്ന് നിന്നുകൊണ്ട് യോഹന്നാൻ യേശു കർത്താവിനെ കണ്ടവനാണ്, പരിമിതനായി തീർന്ന യേശു കർത്താവ്. എന്നാൽ ഇപ്പോൾ അവൻ കാണുന്ന യേശു കർത്താവ് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരിക്കുന്ന ഒന്ന്. ക്രൂശിൽ പരിമിതനായിരിക്കുന്ന കർത്താവിനെ അല്ല അവനിപ്പോൾ കാണുന്നത്, പകരം മഹത്വവാനായ യേശു കർത്താവിനെയാണ് അവൻ കാണുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടപ്പോൾ ക്രൂശിൽ പരിമിതനായി തീർന്ന യേശു കർത്താവിനെ നോക്കിയാണ് നാം രക്ഷിക്കപ്പെട്ടത്. എന്നാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ വന്ന യേശു അവൻ പരിമിതനായിരിക്കുന്ന യേശുവല്ല, പകരം മഹത്വവാനായ യേശു കർത്താവാണ് നമ്മുടെ ഉള്ളിൽ വന്നത്. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഇന്നും നമ്മൾ പലപ്പോഴും ക്രൂശിതനായിരിക്കുന്ന യേശുവിനെ മാത്രം കണ്ട് നമ്മുടെ കാറുകളിലും വീടുകളിലുമൊക്കെയും പലപ്പോഴും ഈ ക്രൂശിതനായിരിക്കുന്ന യേശു കർത്താവിനെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ അങ്ങനെയല്ല, തികച്ചും യേശു കർത്താവിൻ്റെ മഹത്വകരമായിരിക്കുന്ന ആ യേശു കർത്താവിനെ ഉൾക്കൊള്ളുവാൻ, കാണുവാൻ നമുക്കിടയായി ചേരണം. യോഹന്നാൻ യേശു കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളം. അതവന്റെ നിത്യത്തെ സൂചിപ്പിക്കുകയാണ്. നിത്യനായിരിക്കുന്ന, നിത്യപുത്രനായിരിക്കുന്ന യേശു കർത്താവിനെയാണ് കാണുന്നത്. അവന്റെ സർവജ്ഞാനത്തെയും സർവജ്ഞാനിയായിരിക്കുന്ന കർത്താവിനെയും അത് റെപ്രസെന്റ് ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ്. ഏത് മനുഷ്യ ഹൃദയങ്ങളെയും ചോഴ്ന്ന് ഇറങ്ങത്തക്കവണ്ണം മനുഷ്യനിലുള്ളത് അവൻ സ്വതവേ അറിഞ്ഞിരിക്കുകയാൽ അവന് യാതൊരു മനുഷ്യനെക്കുറിച്ചും യാതൊരുത്തിൻ്റെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. ഹൃദയത്തിൽ ചിന്തിക്കുന്നത് അതറിയുവാൻ തക്കവണ്ണം, മനസ്സിലാക്കുവാൻ തക്കവണ്ണം
മനസ്സിലാക്കുന്നവനായിരിക്കുന്ന കർത്താവ്. അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ടുള്ളവനാണ്. ഏതു മനുഷ്യന്റെ രഹസ്യങ്ങളെയും അറിയുന്നവനായിരിക്കുന്ന കർത്താവ്. വചനം പറയുന്നു, സകലതും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നവുമാണ്. അവനെ ഒളിപ്പിച്ച് നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് 139 സംഗീതം ഇങ്ങനെ പറഞ്ഞു, നിന്നെ ഒളിച്ചു ഞാൻ എവിടേക്ക് പോകും? സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ദൈവത്തെ ഒളിച്ച് നമുക്കൊന്നും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ സകല ഹൃദയങ്ങളെയും ചൂഴ്ന്നിറങ്ങുവാൻ തക്കവണ്ണം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ആണ് യേശു കർത്താവ്. അവന്റെ കാൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമാണ്. കാരണം അവൻ കടന്നുപോയ വഴികൾ കാൽവറിയുടെ വഴിയാണ്. അവൻ കടന്നുപോയത് കാൽവറി മേട്ടിലൂടെയാണ്. അവൻ നടന്നുപോയത് കാൽവറി മേട്ടിലൂടെ, കഷ്ടതയാകുന്ന തീച്ചൂളയിലൂടെ അവൻ കടന്നുപോയി. അവന്റെ കാൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായിട്ടു. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നാണ് വായിക്കുന്നത്. അവന്റെ ശബ്ദം ആയിരുന്നു. അവന്റെ വലക്കയിൽ 7 നക്ഷത്രം ഉണ്ട്. അവന്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ വായിൽ നിന്നും ദൈവത്തിന്റെ വചനമാകുന്ന വാൾ, ഇരുവായ്ത്തലയുള്ള വാൾ ദൈവവചനം ആണ് എന്ന് നമുക്കറിയുവാനായിട്ട് സാധിക്കും. ദൈവവചനം ഇരുവായ്ത്തലയുള്ള വാളിനോട് സദൃശ്യമാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഏത് ഹൃദയത്തെയും അസ്ഥി മജ്ജകളെയും ആത്മാവിനെയും വേർപെടുത്തുവാൻ തക്കവണ്ണം തുളച്ചു ചെല്ലുന്ന ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ദാറ്റ് മീൻസ് ആത്മാവിനെ ശരീരത്തിൽ നിന്നും പ്രാണനിൽ നിന്നും വേർപെടുത്തി നിർത്തുക. ഫ്ലഷിൽ നിന്ന്, ജഡത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുക. അത് ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു നാച്ചുറൽ ആയിരിക്കുന്ന ഒരു പ്രാകൃത മനുഷ്യൻ അവന്റെ ആത്മാവ് അവന്റെ ജഡവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അവൻ പ്രാകൃതമായി ചിന്തിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് അവിടെ ഒരു ശസ്ത്രക്രിയ നടത്തുകയും ആത്മാവിനെ ജഡത്തിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ വായിക്കുന്നു, അവന്റെ വായിൽ നിന്നും ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. ദൈവത്തിന്റെ വചനമാകുന്ന ഇരുവായ്ത്തലയുള്ള വാൾ അവിടെ വായിക്കുന്നു. അവനെ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു എന്നാണ് വായിക്കുന്നത്. മരിച്ചവനെ പോലെ അവൻ ആയി, മരിച്ചവനെ പോലെ ആയി എന്ന് വായിക്കുന്നു. അപ്പോൾ അവന്റെ വലക്കൈ യോഹന്നാന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. യേശു കർത്താവ് പറയുന്നൊരു വാക്കാണ് ഭയപ്പെടേണ്ട. വേദപുസ്തകത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ വായിക്കുന്ന ഒന്നാണ് ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ വചനമാകമാനം 366 പ്രാവശ്യം പറയുന്നൊരു വാക്കാണ് ഭയപ്പെടേണ്ട. എപ്പോഴും കർത്താവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഭയപ്പെടേണ്ട. ഒരു പക്ഷേ കൂരിലിരുന്ന് താഴ്വരയിൽ കൂടി നമ്മൾ കടക്കേണ്ടി വന്നാലും ദൈവത്തിന് നമ്മോട് സംസാരിക്കാനായിട്ടുള്ളത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. യോഹന്നാനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ഞാനാകുന്നു, ഞാൻ നിത്യനായിരിക്കുന്ന ദൈവമാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നു. മാത്രവുമല്ല, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അവൻ്റെ സർവാധികാരത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് അവൻ. സർവാധികാരിയായ ദൈവമാണ്. എന്നിട്ട് യോഹന്നാനോട് പറയുകയാണ്, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാതിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും നീ എഴുതുക. എന്താണ് പൊൻനിലവിളക്ക്? അവിടെ പറയുന്നു, ഈ പൊൻനിലവിളക്ക് എന്ന് പറയുന്നത് 7 സഭകളാകുന്നു എന്നവിടെ വായിക്കുന്നു. 7 നക്ഷത്രം സഭയുടെ 7 ദൂതന്മാരും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശു കർത്താവ് സഭയുടെ നടുവിലൂടെ നടകൊള്ളുന്നവനാണ് നമ്മുടെ കർത്താവ്.
ദൈവജനത്തിന്റെ നടുവിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും ദൈവമക്കളുടെ നടുവിൽ. കർത്താവ് പറഞ്ഞു, 2 അതിലധികമോ പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് കർത്താവ് നമുക്ക് ഉറപ്പു തരികയാണ്. കർത്താവ് നമുക്ക് ചെയ്യുന്നത് അവൻ 7 നിലവിളക്കിന്റെ നടുവിലൂടെ നടകൊള്ളുന്നെന്ന് പറഞ്ഞാൽ സഭയിൽ എല്ലായ്പ്പോഴും സഭയുടെ നടുവിലൂടെ ദൈവജനത്തിന്റെ നടുവിൽ അവന്റെ പ്രസൻസ് ആണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അടുത്തൊരു വാക്ക് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: 7 നക്ഷത്രം അവന്റെ വലങ്കയിൽ. അത് 7 ദൂതന്മാരാകുന്നു, സഭയുടെ ദൂതന്മാരാകുന്നു. അങ്ങനെയാണെങ്കിൽ സഭയിലെ മൂപ്പന്മാർ ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്നുള്ളത് വസ്തുത നമ്മൾ മറന്നു പോകരുത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ കയ്യിൽ വരച്ചിരിക്കുന്നു, എൻ്റെ കയ്യിൽ നിന്നും അപകരിപ്പാൻ ഒന്നിനും കഴിയുകയില്ല. അവൻ നമ്മെ, തൻ്റെ പൈതലിനെ അവന്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്ന ദൈവമാണ്. അവന്റെ കയ്യിൽ നിന്നും ഒരിക്കലും അപകരിപ്പാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഈ ചിന്ത നമ്മൾ ഇന്ന് കാലം രാവിലെ സമയം നമ്മുടെ ചിന്ത ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. മഹത്വവാനായ ദൈവത്തിൻ്റെ ആ വലിയ ദർശനം നമുക്കുണ്ടാകട്ടെ. മാത്രവുമല്ല, അവൻ നമ്മെ എല്ലായ്പ്പോഴും അവന്റെ കരങ്ങൾ നമ്മെ വഹിച്ചിരിക്കുകയാണ്. നാം യാത്ര ചെയ്യുമ്പോൾ, ഭവനത്തിലായിരിക്കുമ്പോൾ, റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ എല്ലായ്പ്പോഴും നമ്മെ വഹിച്ചിരിക്കുന്ന ഒരു കർത്താവ്. നാം കൂടി വരുമ്പോൾ നമ്മുടെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അവൻ നമ്മോട് സംസാരിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആകയാൽ നമുക്ക് വളരെ ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. ഈ ആത്മീയ ജീവിതം ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ബലഹീനതയിൽ തുണനിൽക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ആകയാൽ എന്ത് പ്രതിസന്ധി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നേരിട്ടാലും ധൈര്യത്തോടെ മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ പ്രിയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ നിന്റെ കരത്തിലൂട്ടി പ്രഭാതത്തിൽ സമർപ്പിച്ച് ഏൽപ്പിക്കുകയാ പ്രിയ കർത്താവേ. നിന്റെ വലിയ ദർശനം ഉള്ളവരായിട്ട് നിന്നെ കണ്ട് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണം. വലിയവനായ ദൈവം ഞങ്ങളെ നിന്റെ കരങ്ങൾ വഹിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവിന്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈയാണ്. ആ സർവശക്തിയുള്ള കരമാണ്. ആ കരത്തിൽ ഞങ്ങളെ വഹിച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾ അനുഭവിക്കുന്ന ഭദ്രതയ്ക്കും ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സംരക്ഷണത്തിനുമായിട്ടും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ താഴ്ത്തുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കും. ദൈവം ഞങ്ങളെ സഹായിക്കും. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളോടുകൂടി ഉള്ളത് കൊണ്ടും സ്തോത്രം. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. മാനവും മഹത്വവും കർത്താവിന് തന്നെ ഇരിക്കട്ടെ. യേശു കർത്താവിന്റെ പുണ്യനാമത്തിൽ തന്നെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.